لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم ثم لتسألن يومئذ عن النعيم സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി ചരാചരങ്ങളെയുമൊക്കെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അന്നവും വെള്ളവും വെളിച്ചവും വായുവും ഒക്കെ നൽകി കൃത്യമായി സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ നികലാത്ത സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഈ യൗമുൽ ജുമുഅയിൽ ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ നല്ല അടിമകളായി ജീവിക്കാനും താൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിർഭയത്വത്തോടുകൂടി അമിനോടുകൂടി മുമ്പോട്ട് പോകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനും ജീവിക്കുന്ന നാടുമായി, അവന്റെ രാജ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഒരാളുടെ സ്വഭാവത്തിലും മൂല്യങ്ങളിലും അവന്റെ സംസ്കാരങ്ങളിലുമൊക്കെ അതിന്റെ സ്വാധീനം നമുക്ക് പലപ്പോഴും പ്രകടമാകാൻ കഴിയും. വേഷവിധാനങ്ങളിൽ, അവർ സംസാരിക്കുന്ന ഭാഷകളിൽ, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഓരോ രാജ്യത്ത് ജനിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയും ഭാവവും. ഓരോ രാജ്യത്തിനും തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകൃതിപരമായിട്ട് തന്നെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് പകർന്നു നൽകേണ്ടതല്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത്. നാം ജനിച്ചു വളർന്ന ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി മതപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്
മതവിശ്വാസത്തിൽ ഊന്നി ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടി മരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ. അപ്പൊ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുക, ഒരു രാജ്യത്ത് നല്ലൊരു പൗരനായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. നമസ്കരിക്കുന്നത് പോലെ, ഇബാദത്ത് എടുക്കുന്നത് പോലെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ, താൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള കൂറ് എന്ന് പറയുന്നത് അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. ആ ഈമാനികമായ ഒരു ഭാഗം അവൻ നിർവഹിക്കുമ്പോൾ പെറ്റുവളർന്ന ഈ നാടിനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇനി ഒരാൾ അയാളുടെ നാട്ടിൽ നിന്നും പുറത്താക്കുന്നത് ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്നത് പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനെയും കൂടി ഒരുമിച്ച് പറഞ്ഞു. വലൗ അന്നാ കതബനാ അലൈഹിം അൻ യഖ്തുലൂ അൻഫുസകും അവ യഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലുഹു ഇല്ലാ ഖലീലുൻ മിൻഹും. ഒരു മനുഷ്യ ശരീരത്തിൽ അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അവൻ ജനിച്ച നാടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അതൊരു വലിയ കാര്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ഒരാളുടെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ, അവന്റെ കഴിവുകൾ മനസ്സിലാക്കാൻ, ഒന്ന് അയാളുടെ നാടിനോടുള്ള സ്നേഹം നോക്കിയാൽ മതി എന്നാണ്. അവൻ നാടിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് ഏത് മതക്കാരനാവട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാവട്ടെ, ഏത് ആശയങ്ങൾ പിന്തുടരുന്നവനാവട്ടെ, അവന്റെ പ്രദേശത്തെ, അവന്റെ നാടിനെ, അവന്റെ രാജ്യത്തെ അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ആ നാടിനോടുള്ള സ്നേഹത്തെ നോക്കിയാൽ മതി. മറ്റൊന്ന് പറഞ്ഞത് സ്വന്തം സഹോദരങ്ങളോടുള്ള സ്നേഹം. ആരാണ് സഹോദരന്മാർ? ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അവർ വ്യത്യസ്തമായ ആശയധാരയിലുള്ള ആളുകളായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ മാന്യമായി സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ആരാണ് അയൽവാസി? ഓരോ രാജ്യങ്ങൾക്കും അതിർവരമ്പുകളുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അയൽപക്കത്ത് താമസിക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അയൽവാസികളാണ്. ഒരു രാജ്യം എന്നുള്ള നിലക്ക് ആ രാജ്യത്തോട് എല്ലാ തരത്തിലുമുള്ള കൃത്യമായ നയതന്ത്രപരമായ നിലപാടുകളിൽ ഒരു രാജ്യത്തിന് കൃത്യമായ സമീപനം ഉണ്ടാക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അയൽപക്കത്ത് താമസിക്കുന്നവർ മതമുള്ളവരാകാം, ഇല്ലാത്തവരാകാം, ദൈവത്തെ നിഷേധിക്കുന്നവരാവാം, അതുപോലെ തന്നെ മുസ്ലിമിനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുന്നവരാവാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയോട് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. ആ മുസ്ലിം ഉമ്മത്തിനോടാണ് പല ആളുകളും ദേശസ്നേഹത്തെ പറ്റി സംസാരിക്കുന്നത്. ആ മുസ്ലിമീങ്ങളോടാണ് രാജ്യസ്നേഹത്തെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ആ മുസ്ലിമീങ്ങളെയാണ് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം പഠിപ്പിച്ചത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി എന്ന് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രവാചകന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രവാചകൻ സ്വന്തം നാടിനോട് സ്നേഹം കാണിച്ചത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ആയത്തുകൾ 5 ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോയി, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ടുകൂട് ഖദീജ എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഖദീജ ബീവി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങൾ എന്റെ ഇണയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കയിലുള്ള ആളുകൾ നല്ല മനുഷ്യനാണെന്ന് പറയുന്നു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, നിങ്ങൾ അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവരാണ്, നിങ്ങൾ ദരിദ്രനെ പരിഗണിക്കുന്ന ആളാണ്.
നിങ്ങളെ ദൈവം കൈവിടില്ല, നിങ്ങൾ അള്ളാഹു കൈവിടില്ല എന്നുള്ള ആദ്യത്തെ സംസാരമാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്. നമ്മുടെ എത്ര ഭാര്യമാർ ഭർത്താക്കന്മാർ ചെറിയ വിഷമങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എത്ര ഭാര്യമാർ സഹോദരിമാരെ ഭർത്താക്കന്മാരെ ഇങ്ങനെ ആശ്വസിപ്പിക്കാറുണ്ട്, ഭർത്താവിന്റെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്താറുണ്ട്. ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹയിൽ മാതൃകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ടുപോകുന്നത് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ഈ നാട്ടിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മഹാനായ ഈസ ബിൻ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു പ്രവാചകന്റെ ലക്ഷണമായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് അന്നത്തെ വേദപണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെങ്ങാനും അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുക്കുന്ന ആ ഒരു സംഭവം അത് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ അന്ന് നിങ്ങളുടെ മതത്തിൽ ഞാൻ ചേരുമെന്ന് പറഞ്ഞ വറഖത്ത് ബിൻ നൗഫലിന്റെ ചരിത്രം അദ്ദേഹം മരിച്ചുപോയി പെട്ടെന്ന്. അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹം വേദത്തിൽ വിശ്വസിച്ച നല്ലൊരു ഈമാനുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു, വേദങ്ങളിൽ വിശ്വസിച്ചാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നു, ഈ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും, നീ പ്രവാചകനായി കഴിഞ്ഞാൽ നിങ്ങളെ ഈ നാട്ടിൽ നിന്നും ഈ നാട്ടിലുള്ള ആളുകൾ നിങ്ങളെ പുറത്താക്കും. ആര്? മക്കയിലുള്ള ആളുകൾ നിങ്ങൾ പ്രവാചകനാണെന്ന് അറിഞ്ഞാൽ, നിങ്ങൾ പ്രവാചകൻ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ അടിസ്ഥാന തത്വത്തെ പ്രബോധനം ചെയ്താൽ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുമെന്ന് ഒരു വേദപണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു ചരിത്ര ശകലങ്ങൾ സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഉദ്ധരണികളിൽ ഇസ്ലാമിക താരീഖിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ രാജ്യം വിട്ടു പോകണം, നിങ്ങൾ അയൽരാജ്യത്തേക്ക് പോകണം, നിങ്ങൾ എവിടുന്നോ കുടിയേറി പാർട്ടി വന്നവരാണ്. ആരാണ് ഇവിടെ ഈ ഭൂമിക്ക് പ്രത്യേകമായ അളവ് നിശ്ചയിച്ചത്? ആരാണ് എന്റെ രാജ്യം എന്ന് പറഞ്ഞ് ഇത് ഞങ്ങളുടെ രാജ്യമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഭൂമി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലാഹു പകുത്തു കൊടുത്തിട്ടുണ്ടോ? പടച്ചവന് ഗോത്രങ്ങളും രാജ്യങ്ങളും മതങ്ങളും ഭാഷകളുമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ അത് മാറ്റി നിർത്തിയ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഏതെങ്കിലും രാജ്യക്കാരാണെന്ന് പറഞ്ഞ് വളരെ വലിയ രൂപത്തിൽ അഹങ്കരിക്കാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി അവരോട് മോശമായിട്ട് പെരുമാറാനോ അവർക്ക് പീഡനം അഴിച്ചുവിടാനോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് പോകുന്ന സന്ദർഭം, മക്കയിൽ നിന്ന് മദീനയ്ക്ക് ഹിജ്റ പോയ സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാണ്ട് മക്കയുടെ ഒരു 10 കിലോമീറ്റർ അകലെ പോയിട്ട് റസൂലുള്ള മക്കയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. മക്ക എന്താണ്? പ്രവാചകന്റെ ജന്മദേശമാണ്, പ്രവാചകന്റെ രാജ്യമാണ് മക്ക. ആ മക്ക രാജ്യത്തെ നോക്കി റസൂലുള്ള പറയുന്നു, വല്ലാഹി ഇന്നകി ഖൈറുൽ അർളില്ല, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ രാജ്യമാണ്. ഇതാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഭൂമിയിൽ ധരിച്ചു വിട ഇന്ത്യയിലെ ഓരോ മുസൽമാനും പറയാനുള്ളത്, ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണ്, അർളില്ല. സൗദി അറേബ്യ അല്ല, പാകിസ്ഥാനല്ല, ഏതെങ്കിലും GCC രാജ്യങ്ങളല്ല, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് UN അംഗീകരിച്ച അറബ് ഭാഷ സംസാരിക്കുന്ന 24ഓളം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ നോക്കിയിട്ടല്ല ഇന്ത്യൻ മുസൽമാൻ പറയുന്നത് ലിഖൈരിൽ അർദില്ല എന്ന് പറയുന്നത്. നമ്മൾ നോക്കി പറയുന്നത് ഈ മഹാരാജ്യമാണ്. 100ലേറെ ഭാഷകൾ സംസാരിക്കുന്ന, 25ലേറെ സംസ്ഥാനങ്ങളുള്ള, വിഭിന്നമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന, ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്ന ഈ മഹാരാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നോക്കിയാണ് ഇന്ത്യയിലെ മുസൽമാൻ പറയുന്നത് ഇത് ഖൈറില്ല, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി. നോക്കി ഈ അല്ലാഹുവിന്റെ ഈ ഭൂമിയുണ്ടല്ലോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, ഈ നാട്ടിൽ നിന്ന് ഈ ഇവിടെയുള്ള മനുഷ്യർ എന്നെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലത്തും പോകില്ലായിരുന്നു. മക്കയിലും മദീനയിലും പോയ ആളുകൾക്ക് അറിയാം, മക്ക എന്ന് പറയുന്നത് വലിയ പാറക്കെട്ടുകളാൽ, വലിയ മലകളാൽ ചുറ്റപ്പെട്ടതാണ് കഅബയും മക്കയുടെ പരിസര പ്രദേശങ്ങളും. അവിടുന്ന് 480ലേറെ കിലോമീറ്റർ മദീന മുനവ്വറ എന്ന് പറയുന്ന പ്രവാചകന്റെ പട്ടണം, ആ മദീന എന്ന് പറയുന്നത് വിശാലമായ സ്ഥലങ്ങളാണ്. അവിടെ മലകളുണ്ട്, കുന്നുകളുണ്ട്, എന്നാലും മക്കയെ അപേക്ഷിച്ച് പ്രവിശാലമായ സ്ഥലം, കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം, യാത്ര ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം. പക്ഷേ ആ മദീനയിലേക്ക് റസൂലുള്ളാഹി പോകുമ്പോഴും പ്രവാചകൻ ജനിച്ച മക്കയെ നോക്കി റസൂലുള്ളാഹി പറയുന്ന കാര്യം അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭൂമി, സുന്ദരമായ ഭൂമി എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ആ നബിയാണ് മുസൽമാന്, ഇന്ത്യൻ മുസൽമാന് വരെ രാജ്യസ്നേഹം പഠിപ്പിച്ചത്.
ഇന്ത്യൻ മുസൽമാനെ രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത് ആ മുത്ത് റസൂലാണ് പഠിപ്പിച്ചത്. ആ പ്രവാചകന്റെ മാതൃകയിലാണ് നമ്മളുള്ളത്. ഇനിയോ മദീനയിൽ നിന്ന് പുറത്തു പോയാൽ റസൂലുള്ളാഹി പറയും, ഇദാ ഖദിമ മൻ സഫർ ഫഅൻതറ ഇലാ ജുദുർ അദീന മദീനത്തു വൽ അർള നഖാലത്തു ഇൻ കാന അലാ ദാബത്തി ഫനർകഹാ മിൻ ഹബ്ബ. മദീനയിലെ ചുവരുകൾ പ്രവാചകൻ കാണുമ്പോൾ പ്രവാചകൻ വേഗത കൂട്ടും. മദീനക്ക് പുറത്തേക്ക് പോയി മദീനയിലേക്ക് റസൂലുള്ളാഹി തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഒട്ടകത്തിന്, പ്രവാചകന്റെ കുതിരയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വേഗത കൂട്ടും. നോക്കൂ നിങ്ങൾ, പ്രവാസികളായിട്ടുള്ള ആളുകളാണ് പലരും നമ്മുടെ കൂട്ടത്തിൽ. പല സന്ദർഭങ്ങളിലായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനൊക്കെ പോകുന്ന ആളുകളാണ്. എവിടെയൊക്കെ പോകുന്നു, അല്ലെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന മക്കൾ സ്വന്തം വീട്ടിലേക്ക് ഒരു വെക്കേഷന്, ഒരു ഒഴിവിന് വരുന്ന സമയത്ത് ആ വീട്ടിലെത്താൻ, നാട്ടിലെത്താൻ, ജന്മദേശത്തെത്താൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയുണ്ട്, ആവേശമുണ്ട്. ആ ആവേശം പിറന്ന നാടിനോട്, ജനിച്ച വീടിനോട്, താൻ വളർന്ന് പിച്ച വെച്ച തന്റെ ആ സ്ഥലത്തോടുള്ള ആവേശമാണ്. ഓരോ രാജ്യത്തെയും ഓരോ സ്ഥലത്തെയും സ്നേഹിക്കുന്നത് അത് നമ്മുടെ പ്രകൃതിപരമായ വിശ്വാസപരമായ ഒരു കാര്യമാണ്. ആ വിശ്വാസപരമായ കാര്യമാണ് സഹോദരങ്ങളെ ഒരു മുമ്പിൽ അത് നിർവഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മദീനയുടെ മഹത്വം, അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന നാടിനോടുള്ള സ്നേഹം, മദീനയുടെ മഹത്വം പ്രവാചകൻ പഠിപ്പിച്ചത് മദീനയെ മാത്രം സ്നേഹിക്കാനല്ല. ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ ജനിച്ചു വളർന്ന നാടിനെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ ചൂണ്ടിക്കാണിച്ച് മാതൃക കാണിക്കാൻ ലോകത്തെ നമ്പർ 1 മോഡൽ സിറ്റി എന്നാണ് മദീന അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിക ഭരണകൂടം, 4 ഖുലഫാഉ റാഷിദീങ്ങളുടെ ഭരണകൂടം, പ്രവാചകന്റെ കീഴിൽ ആ ഭരണം നടത്തി ലോകത്ത് നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണം തന്നെ വരണമെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരായ നേതാക്കൾ പോലും മുസ്ലിങ്ങളല്ലോ പറഞ്ഞത്, മുസ്ലിമീങ്ങളല്ല പറഞ്ഞത്. ഇന്ത്യയിലെ അമുസ്ലിങ്ങളായ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭരണാധികാരികളാണ് പറഞ്ഞത്. അത്രമേൽ പുകഴ്ത്തപ്പെട്ട ഭരണം കാഴ്ചവെച്ച ഖലീഫമാരുടെ രാജ്യസ്നേഹമുള്ള, രാജ്യത്തെ പൗരന്മാരെങ്ങനെ ജീവിക്കണമെന്നും അവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച മഹാരഥന്മാരുടെ പിൻഗാമികളാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. ആ മുസ്ലിമീങ്ങളെ ചില ആളുകൾ രാജ്യസ്നേഹത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു. എവിടുന്നോ വന്നവരെന്ന് പറയുന്നു, രാജ്യത്തോട് കൂറില്ലാത്തവരെന്ന് പറയുന്നു. ഈ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ 79ാമത്തെ ദിവസമാണെന്ന്, അല്ലെങ്കിൽ 79ാമത്തെ വർഷമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിലെ മഹാനായ അബുൽ കലാം ആസാദിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചോരകളും അവരുടെ കഴിവുകളും അവരുടെ ബുദ്ധിയുമാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അഭിമാനിക്കുന്നത്. നമുക്കൊക്കെ ഈ ചരിത്രം പറയാൻ, കേൾക്കാൻ, എഴുതാനൊക്കെ ഉള്ളതേ ഉള്ളൂ. ചരിത്രം രചിച്ചവരാണ് ഇന്ത്യയുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ. ചരിത്രം രചിച്ചവരാണ് ഇന്ത്യൻ മുസൽമാന്റെ നേതാക്കന്മാർ. ചരിത്രം രചിച്ചവരാണ് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ മഹാരഥന്മാരായ ആളുകൾ. അവർ നല്ല വിശ്വാസികളായിരുന്നു. അവർ 5 നേരം നമസ്കരിക്കുന്നവരായിരുന്നു. അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു. അവർ ജുമുഅക്ക് പോകുന്നവരായിരുന്നു. അവർ നാട്ടിൽ സൗഹൃദം ആഗ്രഹിച്ചവരായിരുന്നു. അതാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ മാതൃക. അതാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മാതൃക. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. എവിടെ എത്ര വലിയ സ്വർഗീയമായ ആരാമങ്ങൾ, എത്ര വലിയ സ്വർഗീയമായ ആരാമങ്ങൾ കെട്ടിപ്പടുത്തു തന്നാലും, എത്ര ശ്രേഷ്ഠകരമായ അല്ലെങ്കിൽ വിശിഷ്ടമായ ടേസ്റ്റുള്ള ഭക്ഷണം വിളമ്പി തന്നാലും, എത്ര സൗകര്യമുള്ള റൂമുകൾ നമുക്ക് പ്രവാസ ലോകത്ത് ലഭിച്ചാലും അവൻ ആഗ്രഹിക്കുന്നറിയോ? ഒരു 2 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് വെക്കേഷൻ. എന്താ വെക്കേഷൻ? സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം, നാട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? എന്തുകൊണ്ടാണ്? അത് പിറന്ന നാടിനുള്ള സ്നേഹവും ഇഷ്ടവുമാണ്. ആ നാടുമായി, ആ പണ്ടുമായിട്ടുള്ള ബന്ധമാണ്. നോക്കൂ നിങ്ങൾ, ഗ്രാമീണയായ ഒരു സ്ത്രീയായിരുന്നു കല്യാണം കഴിച്ച മൈസൂർ ബിൻത് മഅ്ദൽ എന്ന് പറയുന്ന സ്ത്രീ. വിവാഹശേഷം സിറിയയിൽ കൊട്ടാരത്തിൽ ജീവിക്കാൻ അവരിങ്ങനെ ആരംഭിച്ചു. യസീദ് എന്ന മകൻ ഈ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരികളായി, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ അദ്ദേഹം ഭരണാധികാരിയായി മാറുന്ന ചരിത്രങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവർ ഈ പട്ടണത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഗ്രാമത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു. പട്ടണത്തിൽ എല്ലാ സൗകര്യമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത
ഭരണാധികാരികൾ വരെ, ഗ്രാമം ഇഷ്ടപ്പെട്ട ഭരണാധികാരികൾ വരെ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതും ആ ജനിച്ച വീടും നാടും ഗ്രാമവുമായി ബന്ധപ്പെട്ട ആ സ്നേഹമാണ്. ആ സ്നേഹമാണ് മുസ്ലിമീങ്ങൾ ഇന്നും കാണിക്കുന്നത്. അതുകൊണ്ട് പല പണ്ഡിതന്മാരും ചരിത്രത്തിന് മുന്നിൽ പറയുന്നത് സ്വന്തം നാടിനോടുള്ള സ്നേഹമാണ്. അതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നത് രാഷ്ട്രീയപരമായ ലക്ഷ്യം കൊണ്ടല്ല, ആരെങ്കിലും നമ്മെ സ്നേഹം പഠിപ്പിച്ചത് കൊണ്ടല്ല, പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ച നാടിനോടുള്ള സ്നേഹം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തന്നതാണ്. അതാണ് നമ്മൾ കാണിക്കുന്നത്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമുക്കറിയാം പ്രവാചകന്റെ സഹചാരി, അതിമനോഹരമായി ബാങ്ക് വിളിക്കുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം ചരിത്രത്തിൽ കാണാം. അലാ ലൈത ശഅരി അൽ അബിയന ലൈലത ബിവാദി വഹൂലിനാ ഖൈർ വജലീലും വഹൽ അരീദുനാ. ഇദ്കറും ജലീലും പച്ചപുറപ്പിച്ച തായ്വരയിൽ ഇനിയും ഒരു രാത്രി നിദ്ര ഞാൻ പൂണ്ടിടുമോ? മജന്നയുടെ ദാഹാമൃതം മുകരാനും ശ്വാമതീഫിൽ മുകളിലെത്താനും ഇനി ജീവിതം വാതിൽ തുറന്നിടുമോ എന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു സംഭവം, മദീനയുമായി ബന്ധപ്പെട്ട സംഭവം, മദീനയെ ഇഷ്ടപ്പെട്ട സംഭവം പറയുന്നുണ്ട്. കാരണം അത്രമേൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മദീന എന്ന് പറയുന്ന രാജ്യത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ജന്മനാടിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൃത്യമായി പഠിപ്പിച്ചിരുന്നു. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അതൊക്കെ അനുശാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. വല്ല പ്രയാസം വന്നാൽ നാം അത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ പീഡിതരായി പ്രയാസിതരായി കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല. നമുക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു നാട്ടിൽ പ്രശ്നമുണ്ടായാൽ അതെല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഒരു പ്രശ്നവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു പ്രദേശത്ത് വർഗീയപരമായ ചെയ്തി ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ആളുകളെ സഹോദരന്മാരായി കാണാനുള്ള ശ്രമത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. തിന്മകൾ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണ്? വളരെ ബോധപൂർവം ഈ രാജ്യത്തുള്ള ജനങ്ങളെ, പൗരന്മാരെ മതപരമായി അവരെ വിഭജിച്ച് തമ്മിലടിപ്പിക്കാനും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുക. അതിന് പ്രത്യേകമായ ആളുകൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബാധ്യത അത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകളെ പിന്നോട്ടടിപ്പിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ വർത്തമാനകാലം വളരെ ശ്രദ്ധയോടുകൂടി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കണം. ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ കാര്യങ്ങളിൽ പരിശ്രമം ഉണ്ടാകണം. ഓരോ വ്യക്തികളും അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ആ നാടിന് അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാവുക. നമ്മുടെ രാജ്യത്ത് ബർക്കത്തുണ്ടാകണമെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യം നന്നാവണം, ഈ രാജ്യത്തുള്ള പൗരന്മാർ നന്നാവണം, ഇവിടെയുള്ള ഭരണം നന്നാവണം, ഭരണാധികാരികൾ നന്നാവണം എന്ന് ആഗ്രഹിക്കണം നമ്മൾ. അതുകൊണ്ടാണ് വളരെ ക്രൂരനായ ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചത് എന്താണ്? ചോദിച്ചത് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ആ ക്രൂരനായ മനുഷ്യൻ, ആ ഭരണാധികാരിയെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത എനിക്ക് നൽകണമേ. പിന്നെ പറഞ്ഞു, പടച്ചോനെ, എന്റെ നാവിന് അല്പം വിക്കുണ്ട്, സംസാരിക്കുമ്പോൾ ഒരു കൃത്യതയില്ലാത്ത പ്രയാസമുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരൻ ഹാറൂൻ അവൻ നന്നായി സംസാരിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ ഒരു ആദ്യമായി എനിക്ക് സേവിക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു സഹോദരനായി എനിക്ക് അവനെയും കൂടി നീ നിയമിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഭരണാധികാരികളോ ഭരണകൂടമോ ഈ രാജ്യത്തുള്ള പൗരന്മാർക്കെതിരെയോ മതവിശ്വാസികൾക്കെതിരെയോ തിരിയുമ്പോൾ നമ്മൾ ആ ഭരണാധികാരികൾ ഒരിക്കലും നന്നാവൂല, അവർക്ക് ഹിദായത്ത് കിട്ടൂല, അവർക്ക് നല്ല ബോധം തരൂല എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ രാജ്യത്തെ നിർഭയത്വത്തിന് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, മക്കയെ കുറിച്ച്, മക്ക രാജ്യത്തെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഹാദാ ബലദൻ ആമിനൻ, അല്ലാഹുവേ നിർഭയത്വമുള്ള രാജ്യമാക്കി ഈ രാജ്യത്തെ പ്രദേശത്തെ മാറ്റണേ. ജമ്മു കാശ്മീർ മുതൽ ഇങ്ങോട്ട് എല്ലാ സ്റ്റേറ്റുകളും, അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ ജില്ലകളിൽ, ആസാം മുതൽ ഗുജറാത്ത്, അതുപോലെ മഹാരാഷ്ട്ര, യുപി, ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും അവനോടുകൂടി ജീവിക്കാൻ റബ്ബേ
നീ തൗഫീഖ് നൽകണമേ എന്നാണ് മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സമുദായം, വിശ്വാസികൾ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും കാര്യങ്ങളൊക്കെ ആഘോഷമൊക്കെ തന്നെ നടക്കുന്നു. വരുന്ന വഴിയിലൊക്കെ പായസ വിതരണമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ചരിത്രപരമായ വസ്തുതകൾ ഉൾക്കൊള്ളുകയും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് തന്റെ രാജ്യത്തോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധവും ഉണ്ടാവുകയും ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഇന്ത്യൻ സാഹചര്യത്തെ പഠിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബുദ്ധിപരമായി നീങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഏറ്റവും നല്ല അടിമകളുടെ, നല്ല പൗരന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. യാ അയ്യുഹന്നാസ് ഉസികുല്ലാഹി ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിച്ച കൽപ്പനകൾ, അല്ലാഹു നമ്മോട് പഠിപ്പിച്ച ബാധ്യതകളെല്ലാം കൃത്യമായി നിർവഹിച്ച് അല്ലാഹുവിന്റെ നല്ല അടിമകളായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിശുദ്ധമായ ഈ ജുമുഅ ദിവസം സ്വയം മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്, ഗൗരവ വസിയത്ത് നൽകുകയാണ്. ഒരു രാജ്യത്തെ സംരക്ഷിക്കുക, ഒരു ദേശത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് അതൊരു വിശ്വാസിയുടെ ബാധ്യതയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ബിർറ് എന്ന് പറഞ്ഞാൽ ആ അറബി പദത്തിന്, ഖുർആൻ പ്രയോഗിച്ച പദത്തിന് വളരെ വിശാലമായ അർത്ഥമാണ്. പുണ്യം എന്ന് പറഞ്ഞ് മലയാളത്തിലെ രണ്ടക്ഷരത്തിൽ ചുരുക്കാൻ പറ്റിയതില്ല. ഇവിടെയെല്ലാം ചെറിയ ചെറിയ രൂപത്തിലുള്ള നന്മകളുണ്ടോ ആ നന്മകളിലെല്ലാം നമ്മൾ കൂട്ടായ്മയിൽ നമ്മൾ ഉണ്ടാകണം. നമ്മളൊരു തുരുത്തുകളിൽ ജീവിക്കേണ്ടവരാണ്. അതിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാവും, മുസ്ലിം അല്ലാത്തവരുണ്ടാവും, വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ടാവും. അപ്പൊ ഒരു നാടിന്റെ നന്മയ്ക്ക്, ഒരു പ്രദേശത്തിന്റെ നന്മയ്ക്ക് അവിടെ പിറവുണ്ടാവാൻ, അവിടെ പുണ്യമുണ്ടാവാൻ നമ്മൾക്ക് അവിടെ അതുമായി സഹകരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ നിയമത്തിനും നീതിക്കും അനുസരിച്ച് നമ്മൾ നിലകൊള്ളണം. നീതിപീഠത്തിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷകൾ അറ്റുപോകാൻ പാടില്ല. എന്തെല്ലാം വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ കൊണ്ടുവന്ന പല നിയമങ്ങളെ പോലും നീതിന്യായ കോടതിയിൽ പോയി അത് ജനാധിപത്യപരമായി അതിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇന്ത്യയിലെ പൗരന്മാർ എന്നും പറയില്ലല്ല, അതിൽ മുസ്ലിമീങ്ങൾ പറയില്ലല്ല. അപ്പൊ ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും നിരാശ വരേണ്ട ആവശ്യമില്ല, നിരാശയാകേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും മതപരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതിൽ പ്രയാസങ്ങളും അവരെ ബുദ്ധിമുട്ടും വരുമ്പോൾ നമ്മൾ ഒന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ജുഡീഷ്യറി വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിറകെ പോകാൻ പാടില്ല, അതിൽ നിന്ന് പിറകെ പോകാൻ പാടില്ല. അതാണ് നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എല്ലാ രംഗത്തും നീതി നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് മഹാന്മാരായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവര് നമ്മൾ വിചാരിക്കേണ്ട ഒരു കൊടിയെടുത്ത് രാജ്യം രാജ്യം എന്ന് പറഞ്ഞ് മാത്രം നടന്നവരൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ എല്ലാ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ കൂടെ തന്നെ മതമൂല്യങ്ങൾ, അവിടെയാണ് അടിവരടേണ്ടത്. മതപരമായ മൂല്യങ്ങൾ എത്രമേൽ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായ വിശ്വാസികളുടെ നേർക്ക് വന്നിട്ട് പോയിട്ടും അവിടെ മതപരമായ മൂല്യങ്ങൾ ഒന്നും തന്നെ ആരുടെ മുന്നിലും അടിയറവല്ലാതെ വിശ്വാസികളായിട്ടാണ് സമരരംഗത്തും ഒരു രാജ്യത്തെ മോചിപ്പിക്കുന്നതിലും ഇന്ത്യൻ മുസൽമാൻ 1947 മുതൽ മാത്രമല്ല 1857 മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം മുമ്പിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആരാണെന്ന് മനസ്സിലാക്കുക?
ആരാണ് ഈ ചരിത്രം പഠിക്കുക? അവിടെ ബഹദൂർ ഷാ സഫറിനെ പോലെയുള്ള വലിയ വലിയ രാജാക്കന്മാർ വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹത്തെ പറ്റി ആരും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യസ്നേഹത്തിന്റെ അളവ് ആരും പ്രത്യേകം സ്കെയിൽ വെച്ച് ഏതെങ്കിലും ഗ്രാഫുകൾ വെച്ച് അളവ് നോക്കേണ്ട ആവശ്യമില്ല. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനെ ഒരു വിശ്വാസി ജനിപ്പിച്ച് വളർത്തുന്നെങ്കിൽ ആ ജനിച്ച നാടിനെ ന്യൂനപക്ഷവും നോക്കിയിട്ടല്ല, അതിനെ സ്നേഹിക്കുക എന്നുള്ളത് അവന്റെ മതപരമായ ഉത്തരവാദിത്തമാണ്. അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. അവൻ ഒരു രാജ്യത്ത് ചെയ്യുന്ന സ്നേഹവും ഒരു രാജ്യത്തിനോട് കാണിക്കുന്ന കൂറും ഇബാദത്തായി പഠിപ്പിച്ചൊരു മതത്തിന്റെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ എന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള നല്ല പൗരന്മാരായി നല്ല വിശ്വാസികളായി ഈ രാജ്യത്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ അനുഭവിച്ച നിഅമത്തുകളെ കുറിച്ച് ഒരു രാജ്യത്ത് വെച്ച് ഞാനും നിങ്ങളും അനുഭവിച്ച നിഅമത്തുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ നിഅമത്ത് റബ്ബേ നിനക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ഈ രാജ്യത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അഭിമാനബോധത്തോടു കൂടി പരലോകത്ത് പറയുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്തെ ഈ രാജ്യത്തെ നിർഭയത്വത്തിന്റെ രാജ്യമാക്കി അല്ലാഹു മാറ്റി തീർക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും എല്ലാ സഹോദരങ്ങൾക്കും ഐക്യത്തോടുകൂടി മാനവികമായ ഐക്യത്തോടുകൂടി പരസ്പരം സാഹോദര്യത്തോടുകൂടി രാജ്യത്ത് ജീവിക്കാൻ എല്ലാ മതസ്ഥർക്കും മതവിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരൻ, നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന്റെ സ്വതക്ക സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആ സ്വതക്കയിലേക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മൾ ഇത്ര ധൈര്യത്തോടുകൂടി അങ്ങാടിയിലൂടെ നടക്കാൻ വേണ്ടി പോരാടിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ മഹാരഥന്മാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, അല്ലാഹുവേ അവരുടെ പരലോകം നീ വിശാലമാക്കി കൊടുക്കണേ നാഥാ. അല്ലാഹുവേ അവർക്കെല്ലാം നീ മഅഫറത്തും റഹ്മത്തും നൽകി അവർ ചെയ്ത രാജ്യസേവനത്തിന് റബ്ബേ നിന്റെ പരലോകത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രതിഫലം നൽകി റബ്ബേ നീ അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ രോഗികളായ ഒരുപാട് ആളുകൾ ഇന്നും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ വീടിലുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. 2 പിഞ്ചു മക്കൾ അവർ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത്. അല്ലാഹു ആ മക്കൾക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായി ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രത്യേകിച്ച്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين وذل الشرك والمشركين. اللهم اجرنا والدينا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.